വെൽക്കം ടു ചാനൽ പൊന്നാനിത്തന്നെ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ 12 വിളക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ വന്ന് ഗൈസ്. ഫസ്റ്റ് അച്ഛൻ വന്നിരിക്കുന്നു. ഓ നമ്മുടെ അച്ഛൻ കണ്ടോ, അച്ഛൻ ഇപ്പൊ ഇറങ്ങി വരും ഗൈസ്. കണ്ട അച്ഛൻ വരുന്നു ഗായ്സ്, അച്ഛൻ വരുന്നു. ഏതാണ് ഗൈസ് അച്ഛൻ? നമ്മുടെ അച്ഛൻ. ഞാൻ പറയത്തില്ലായിരുന്നു, ഫോണിലൊക്കെ വിളിക്കുമ്പോൾ ഇതാണ് ഞങ്ങളുടെ അച്ഛൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് 12 വിളക്കാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാണ്. വസൂരിമല ടെമ്പിളിൽ പോവാണ് ഞങ്ങൾ. ടെമ്പിൾ എന്ന് പറയുമ്പോൾ അമ്പലം. അപ്പം ഞാനുണ്ട്, തനുവുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അമ്മൂമ്മയുണ്ട്. അപ്പൂപ്പനില്ല, അപ്പൂപ്പന് വയ്യായിരുന്നു ഗൈസ്. അപ്പം ഇത്രയും പേരും കൂടെ നടന്നാണ് ഗൈസ് പോകുന്നത്. അല്ല തന്നെ നമ്മൾ നടന്നല്ലേ പോകുന്നേ? പക്ഷെ നമുക്ക് നടന്നു പോകാനൊരു ഇത് ചെയ്യാം. നമ്മൾ നടന്നാണ് നമുക്ക് പോവാം. പക്ഷെ ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് ഗൈസ്. ഫുള്ള് വിളക്കുകളാണ് അല്ലേ? പിന്നെ വേറൊരു സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കർപ്പൂരം ഓരോ ഷേപ്പിൽ വെച്ചിട്ട് അത് കത്തിക്കും. അതാണ് അതിന്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. രഹസ്യം കൂടുണ്ട്, നിങ്ങളോട് മാത്രമേ ഞാൻ പറയൂ. നമ്മളില്ലേ 2 പ്രാവശ്യം കഴിഞ്ഞില്ലേ പത്തിക്കുട്ടീനെ വിളിക്കുമ്പോൾ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്ര തുടങ്ങി. നമ്മളെ അമ്മ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. ഇരുട്ടാണ് ഗൈസ്, ഇരുട്ട് ആയി വരികയാണ്. അമ്മൂമ്മ നമ്മുടെ താരം. അച്ഛൻ നടക്കണം, ഫ്രണ്ടിലാണ് അച്ഛൻ നടക്കുന്നത്. ഇപ്പോൾ ഗൈസ് നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ഇപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അമ്പലത്തിൽ ഇച്ചിരി പോയാൽ മതി. അതുകൊണ്ട് അവിടെ ആയിട്ടാണ് അമ്പലം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാൽ മതി, അല്ലാതെ ദൂരമൊന്നും അറിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. ഇതാണ് നമ്മൾ പോയ ക്ഷേത്രം. അപ്പം ഞാനാണ് ഗൈസ് അവിടെ നിൽക്കുന്നത്. ഞാൻ ഇപ്പം വിളക്കിൻ്റെ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കൈ വെച്ച് കാണിക്കുകയാണ്. അപ്പം ഇതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ നല്ല വിളക്കുകൾ കാണാൻ പറ്റുമെന്ന്. നല്ല രസമല്ലേ ഇങ്ങനെ വഴി നീളെ ഇങ്ങനെ വിളക്കുകൾ വെച്ച് കഴിഞ്ഞാൽ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറുമ്പോഴാണ് ഇതിനെക്കാട്ടി രസം. അതാണ് നിങ്ങൾ കാണേണ്ടത്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ വണ്ടികൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഞങ്ങൾ നടക്കുകയല്ല. അപ്പോൾ ഇച്ചിരി താമസിച്ച് ഇതുപോലത്തെ നടന്നു പോകാമെന്ന് ഞങ്ങൾ പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രസമൊക്കെ നടന്നു പോകുമ്പോഴേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. വണ്ടി പോയി കഴിഞ്ഞാൽ ഷൂന്ന് പോവും. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഭംഗിയും ഒന്നും കാണാനായിട്ട് ഒക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് അമ്പലത്തിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇനി ഇച്ചിരിയും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൽ എത്താൻ പറ്റും. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ട് എനിക്കങ്ങ് സന്തോഷമായിരുന്നു ഗൈസ്. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ വിളക്കുകൾ കാണും, എന്ത് രസമായിട്ടായിരിക്കും അവരൊക്കെ ഇത് വെച്ചിരിക്കുന്നത്. അതൊക്കെ ആയിട്ട് ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തിലെത്തി കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് തന്നെ ഭയങ്കര നല്ല വിളക്കുകളാണ്. ഇങ്ങനെ ആർച്ച് പോലെയാണ് വിളക്കുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിരിക്കുന്നത്. കണ്ടോ, കുറേ ഇങ്ങനെ ഗണപതിയുടെ വിളക്ക്, അയ്യപ്പൻ്റെ ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ശിവൻ്റെ വിളക്ക്, അങ്ങനെ കുറേ വിളക്കുകളുണ്ടായിരുന്നു. ഇങ്ങനെ ആർച്ച് പോലെ ഇങ്ങനെ വെച്ച് സൈഡിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ് ഗൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇതുവഴി ഇങ്ങനെ നടക്കാനും എന്ത് രസമാണെന്നറിയാമോ ഗൈസ്. ഞങ്ങൾ ഫസ്റ്റ് വിചാരിച്ചിരുന്നു ഓച്ചിറ പോകാമെന്നാണ്. പക്ഷേ ഞങ്ങൾ അതങ്ങ് പോക്ക് ക്യാൻസൽ ചെയ്തു ഗൈസ്. ഞങ്ങൾ ഈ ഞായറാഴ്ച ഞങ്ങൾ പോകും. പിന്നെ നമ്മൾ ഇങ്ങനെ അമ്പലം എന്നുകൊണ്ട് അതാണ് ആ ലൈറ്റ് ഇട്ടേക്കുന്നിടത്താണ് അമ്പലം. അപ്പം നമ്മളവിടെ ചെല്ലും ഗൈസ്. ഇച്ചിരി നടന്നാൽ മതി, പക്ഷെ നമുക്ക് നടക്കുമ്പോൾ സ്ലോ ആയിട്ടല്ലേ പോകത്തുള്ളൂ.
അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് കൈ ഇങ്ങനെ തരിക്കുമായിരുന്നു ഗൈസ്. ഇങ്ങനെയൊക്കെ നമ്മുടെ വിളക്കുകൾ നിന്ന് കഴിയുമ്പോൾ നമുക്കും കൂടി ഒരു ഇത് വരത്തില്ലേ. ലാസ്റ്റാണ് നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാലാണ് ആ വിളക്കിൻ്റെ സൗണ്ട് അതിൻ്റെ ബ്യൂട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഗൈസ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, അകമാണ് ഗൈസ്, അമ്പലത്തിൻ്റെ അകമാണിത്. അകമെന്ന് പറയുമ്പോൾ അമ്പലത്തിൻ്റെ മുറ്റം. കണ്ടോ ഏതൊക്കെ തരം വിളക്കുകളാണെന്ന്. കണ്ടോ എന്ത് രസമാണ് നോക്കിയേ. അപ്പോഴത്തേക്ക് അവിടെ ഈയലൊക്കെ അങ്ങ് പറക്കുമായിരുന്നു. ഈയലും കൂടെ ആയപ്പോഴത്തേക്ക് കണ്ണിലൊക്കെ വന്ന് അങ്ങ് അടിക്കുമായിരുന്നു ഈയലൊക്കെ. ഇനി ഇത് ശിവൻ്റെ നടയാണ്. നമ്മൾ ദേവിയുടെ നട തൊഴുതിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ശിവൻ്റെ നടയിലോട്ട് നമ്മൾ തൊഴാനായിട്ട് പോവുകയാണ് ഗൈസ്. കണ്ട എന്ത് നല്ല രസമാണ്. ഇനി നമുക്ക് ശിവൻ്റെ നടയെ തൊഴുതിട്ട് നമുക്ക് ചുറ്റു തൊഴണം. ചെറുതായിട്ട് അപ്പം മഴ പൊടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ ചുറ്റു തൊഴാൻ നിന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചാറ്റൽ മഴ പോലെ. പിന്നെ അവിടെ ഇങ്ങനെ കർപ്പൂരം വെച്ച് ഒരു ഏത് ഷേപ്പാണെന്ന് എനിക്കറിയത്തില്ല, ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് കണ്ടോ അവിടെ കർപ്പൂരം കൊണ്ട് ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അത് ദീപാരാധന കഴിയുമ്പോൾ ഇത് കത്തിക്കും. അപ്പോൾ അത് കത്തുന്ന കാണാനാണ് രസം. ഭയങ്കര ആളായിരുന്നു ഗൈസ്. ഇന്ന് 12 വിളക്ക് ഇവിടെ തന്നെ. ഇന്ന് ഓച്ചറ പോയി നിന്ന് ഞങ്ങളാണെങ്കിൽ എന്തോ തിരക്കായിരിക്കും ഗൈസ്. ഇവിടെ തന്നെ ഇത്ര തിരക്ക്, അപ്പോൾ ഓച്ചറയിലെ കാര്യങ്ങൾ എന്തുമായിരിക്കും അല്ലേ ഗൈസ്. ഇപ്പം അവർ കത്തിക്കാനായിട്ട് പോവുകയാണ്. ദീപാരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു മണിയടിക്കും. അത് കഴിയുമ്പോഴാണ് നമുക്ക് കത്തി തുടങ്ങാനായിട്ട് പോകുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് കത്തിയിട്ടുണ്ട്. അയ്യോ എന്ത് രസമാണെന്ന് നോക്കിക്കേ. കണ്ടോ നല്ല രസമല്ലേ കാണാൻ, സെറ്റാണ്. ഇത് അമ്മയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഞാനപ്പം ഫ്രണ്ടിൽ പോയി നിന്ന് നട അപ്പോൾ തുറന്നായിരുന്നു. അപ്പോൾ അത് അവിടെ പോയി തൊഴുമായിരുന്നു ഗൈസ്. പിന്നെയാണ് ഞാൻ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാൻ പറ്റി. പിന്നെ കുറേ പൂത്തിരികൾ കത്തിച്ച്, ആദ്യമായിട്ടാണ് പൂത്തിരികളൊക്കെ കത്തിക്കുന്നത് കേട്ടോ ഗൈസ്. നല്ല രസമാണ് കണ്ടോ, കത്തുന്ന കാണാൻ രസം. പിന്നെ നമ്മുടെ പടക്കത്തിലോട്ട് പോയി ഗൈസ്. നല്ല രസമായിരുന്നു. ആ പടക്കങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നല്ല രസമല്ലേ. ആ ഗോൾഡൻ കളറ്, ഏതൊക്കെ കളറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൈറ്റ് എല്ലാം ഇങ്ങനെ ക്രിസ്റ്റലായിട്ട് തിളങ്ങുന്ന പോലത്തെ കളേഴ്സായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ പടക്കങ്ങളൊക്കെ. കണ്ടോ സ്പാർക്ലിങ് പോലെ. വേറൊരു ഗുണ്ടുണ്ടായിരുന്നു മീസ്, അതാണ് രസം. ഏറ്റവും മേളിൽ പോയിട്ട് ഇങ്ങനെ ടുമ്മെന്ന് കത്തുന്നത്, അതാണ് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത്. അത് നമ്മുടെ ആകാശം ഫുള്ളുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഗൈസ്. ആകാശം ഫുൾ അങ്ങനെയല്ല, ഒരു പകുതി. അമ്മേ കണ്ടോ ഗുണ്ട് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആകാശം ഫുള്ളുണ്ട്. നല്ല രസമല്ലേ. അപ്പോൾ ഞാനിത് ഞാനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. എനിക്കിത് കണ്ടുകൊണ്ട് നിൽക്കാനാണ് പിന്നെ ഈ ചിലവർ കാണില്ല, ഈ വിളക്കുകൾ കത്തിക്കുന്നവർ, അവരുടെയൊക്കെ കൂടെ ഇങ്ങനെ കത്തിക്കാനൊക്കെ നല്ല രസമായിരിക്കും. എന്തുകൊണ്ട് അവിടെ ഒക്കെ വിളക്കുകളാണ്. ഞാനിപ്പുറത്ത് വന്ന് കണ്ടോ, ഞാനാണ് ഈ നിൽക്കുന്നത്. ഞങ്ങളിനിയും പോവാണ് വീട്ടിലോട്ട്. ഞങ്ങൾ നടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മളങ്ങ് പോവാണ്. എല്ലാം കണ്ട് നല്ല സന്തോഷമായി ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങൾ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. അപ്പോഴത്തേന് ബൈ ബൈ.